ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്സ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നമ്മുടെ മാത്സിലെ ഒന്നാമത്തെ യൂണിറ്റ്, നമ്മുടെ ഫസ്റ്റത്തെ യൂണിറ്റിന്റെ പേരാണ് ലൈൻസ് ആൻഡ് സർക്കിൾസ്. ലൈൻസ് വരയ്ക്കാനും അതേപോലെ നമ്മൾ സർക്കിൾസ് എങ്ങനെയാണ് വരയ്ക്കുക എന്നൊക്കെയാണ് നമ്മുടെ ഈ പാഠത്തിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പാഠത്തിന്റെ പേര് ലൈൻസ് ആൻഡ് സർക്കിൾസ്. നമ്മുടെ ഒന്നാമത്തെ പേജിൽ എന്താ കൊടുത്തിരുന്നത്, കുറച്ച് ചിത്രങ്ങളൊക്കെ കാണുന്നുണ്ട് അല്ലേ. ലൈൻ മാത്ത് എന്നാണ് നമ്മുടെ ടോപ്പിക്. ഡിഡ് യു സീ ദ pictures? A bridge made with upright pillars and slanted supports, Qutub Minar and iron pillar in front of it standing straight. ഈ ചിത്രങ്ങൾ കണ്ടില്ലേ, കുത്തബ് മിനാർ ഒക്കെയാണ് അല്ലേ. അപ്പൊ അങ്ങനെ കുറച്ച് ചിത്രങ്ങൾ ഇതുണ്ട്, ബ്രിഡ്ജ് ഒക്കെ കാണുന്നില്ലേ. അപ്പൊ എന്താണ് ഈ ചിത്രങ്ങൾ നമ്മൾ അല്ലെങ്കിൽ ഈ ബിൽഡിങ്സ് ഒക്കെ എന്താ കാണിക്കുന്നത് എന്ന് വെച്ചാൽ, നമ്മളിവിടെ എന്താണ് ഇങ്ങനെയൊക്കെ റിയൽ ആയിട്ട് ചെയ്യുന്ന സമയത്ത്, ഇങ്ങനെയുള്ള ബിൽഡിംഗ് ഒക്കെ കെട്ടുന്ന സമയത്ത് അവിടെ എന്ത് വേണം, അക്യുറേറ്റ് ആയിട്ടുള്ള പ്ലാൻസ്, കറക്റ്റ് ആയിട്ടുള്ള പ്ലാൻ. അതാണ് ഇവിടെ ഈ ചിത്രം കാണിച്ചിരിക്കുന്നത്. ഒരു പ്ലാൻ ഒക്കെ ഉണ്ടായിരിക്കണം, എന്നിട്ടാണ് എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളെല്ലാം കെട്ടുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മളൊരു റെക്റ്റാങ്കിൾ ഡ്രോ ചെയ്യുന്നത്. അതായത് സാധാരണ നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് റെക്റ്റാങ്കിൾ അല്ലെ റെക്റ്റാങ്കിൾ വരയ്ക്കുക. പക്ഷെ നമ്മൾ സ്കെയിലും അതേപോലെ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് റെക്റ്റാങ്കിൾ വരയ്ക്കുന്നതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഇവിടെ ചിത്രം കാണുന്നില്ലേ, റെക്റ്റാങ്കിളിന്റെ ചിത്രം ഉണ്ട് അല്ലെ. ഇവിടെ റെക്റ്റാങ്കിളിന്റെ പ്രത്യേകത എന്താ റെക്റ്റാങ്കിൾ എന്ന് വെച്ചാൽ എന്താ, 4 സൈഡ്, 4 സൈഡ് ഉണ്ടാവും. 1 2 3 4 4 സൈഡ് ഉണ്ടാവും. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതായത് 4 വശവും ഈക്വൽ ആണെങ്കിൽ അത് സ്ക്വയർ ആണ്. 2 സൈഡ് ഓപ്പോസിറ്റ് സൈഡ്സ് ആയിരിക്കും ഈക്വൽ. ഇവിടെ 5 സെന്റിമീറ്റർ, 5ന്റെ നേരെ ഈ ഓപ്പോസിറ്റ് സൈഡ് എന്താ 5 സെന്റിമീറ്റർ, ഇതാണ് ഓപ്പോസിറ്റ്. അതുപോലെ ഇതിന്റെ ഓപ്പോസിറ്റ് ഇതാണ്, 3ന്റെ ഓപ്പോസിറ്റ് 3. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സും ഈക്വൽ. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആണെങ്കിൽ അതെന്താണ്, റെക്റ്റാങ്കിൾ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി എങ്ങനെയാണ് ഈ റെക്റ്റാങ്കിൾ വരയ്ക്കുക നമുക്ക് നോക്കാം. First, let's draw the bottom line using the scale. Bottom line എന്ന് വെച്ചാൽ ഏതാ, ഈ ആദ്യത്തെ വരയുന്നതാണ് നമ്മൾ ബോട്ടം ലൈൻ എന്ന് പറയുക. അപ്പൊ ബോട്ടം ലൈൻ വരയ്ക്കുന്നത് സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുക. ഇത് കണ്ടോ, സ്കെയിൽ നമ്മുടെ കയ്യിലൊക്കെ ഉള്ള സ്കെയിൽ എന്ന് ചെറിയ സ്കെയിലുകളൊക്കെ ഉണ്ടാവില്ല. ആ ചെറിയ സ്കെയിലിൽ എത്ര സെന്റിമീറ്റർ വരെയാണ് ഉണ്ടാവുക, 0 തൊട്ടിട്ട് 15 സെന്റിമീറ്റർ വരെ അല്ലെ. നിങ്ങൾ സ്കെയിൽ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും, 15 വരെയാണ് ഉണ്ടാവുക നമ്മുടെ സ്കെയിലില്. അപ്പൊ എങ്ങനെയാ വരയ്ക്കുക വെച്ചാൽ, നമ്മൾ ഈ 1ൽ നിന്നല്ല തുടങ്ങേണ്ടത്. നമ്മൾ 5 സെന്റിമീറ്റർ താഴത്തെ നമ്മൾ സെന്റിമീറ്റർ എടുത്ത് വരയ്ക്കുക. അതെങ്ങനെ വരയ്ക്കുക, ഈ 1 തൊട്ട് 5 വരെ അങ്ങനെയല്ല വരയ്ക്കേണ്ടത്, 0 തൊട്ടാണ് തുടങ്ങുന്നത്. നമുക്ക് 0 എന്നൊരു നമ്പർ കാണാൻ പറ്റും. 0 തൊട്ട് 15 വരെ നമ്മുടെ സ്കെയിൽ ഉണ്ടാവുക. അപ്പൊ 0 തൊട്ടിട്ട് കുത്തിട്ടിട്ടുണ്ട് അല്ലേ, ഈ 0 തൊട്ടിട്ട് 5 വരെയാണ് വരയ്ക്കുക. ഇങ്ങനെ എന്ത് ചെയ്യണം, ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ട് ലൈൻ വരയ്ക്കുക. ഇങ്ങനെ ലൈൻ വരയ്ക്കണം അല്ലേ. അപ്പൊ അതെന്തായി, 5 സെന്റിമീറ്റർ, അതാണ് ഈ ബോട്ടം ലൈൻ. ഇനി എങ്ങനെയാണ് ഈ 3 സെന്റിമീറ്റർ വരച്ചത് നമുക്ക് നോക്കാം. നോക്കിക്കേ, അതിനാണ് നമ്മൾ എടുത്തത് എന്താ, സെറ്റ് സ്ക്വയർ ആണ് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ജോമെട്രി ബോക്സിൽ 2 സെറ്റ് സ്ക്വയർ ആണ് ഉണ്ടാവുക അല്ലെ. അപ്പൊ നമ്മൾ ഒരു സെറ്റ് സ്ക്വയർ എടുക്കുന്നു. നൗ ഫ്രം വൺ എൻഡ് ഓഫ് ദ ലൈൻ ലെറ്റ്സ് ഡ്രോ അപ്വേർഡ് അനദർ ലൈൻ ഓഫ് 3 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ വരച്ച ഈ 5 സെന്റിമീറ്ററിന്റെ വര, ഈ 5 സെന്റിമീറ്ററിന്റെ വര നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് വരച്ചു. അതിനുശേഷം നമ്മുടെ സെറ്റ് സ്ക്വയർ എടുക്കുന്നു. സെറ്റ് സ്ക്വയർ എടുത്തിട്ട് എന്ത് ചെയ്യണം, ഇതുപോലെ വെച്ചു, കണ്ടില്ലേ, ഇതുപോലെ വെച്ചു. എന്നിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യണം, നമ്മൾ സെറ്റ് സ്ക്വയറിൽ ഇതുപോലെ നമ്പേഴ്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും അല്ലേ. അവിടെ നിന്ന് 3 സെന്റിമീറ്റർ, 3 നമ്പർ കാണുന്ന വരെ എന്ത് ചെയ്യുക, ലൈൻ വരയ്ക്കുന്നു. മേലേക്ക് അപ്വേർഡ് വെച്ച് മേലോട്ട് ലൈൻ വരച്ചു. അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു ഇമേജ് ആണ് കിട്ടുക. ഇതുപോലെ കിട്ടി ഇല്ലേ. That make half the rectangle. അപ്പോൾ റെക്റ്റാങ്കിൾ പകുതിയായി. Now in the same way draw a 3 centimeter line straight up from the other end. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ഇവിടെ വെച്ചത് അതേപോലെ തിരിച്ച് എന്ത് ചെയ്യുന്നു, ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത ലൈനും വരയ്ക്കുക. ഓക്കെ, അടുത്ത ലൈനും ഇതേപോലെ ഈ സെറ്റ് സ്ക്വയർ നേരെ തിരിച്ച് ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് 3 സെന്റിമീറ്റർ എടുത്തിട്ട് ഇതുപോലെ എന്ത് ചെയ്യുന്നു, മേലോട്ട് വരയ്ക്കുന്നു 3 സെന്റിമീറ്റർ. എന്നിട്ട് എന്ത് ചെയ്യും, ഈ 2 പോയിന്റ്, അപ്പൊ ഇവിടെയും പോയിന്റ് കിട്ടിയില്ല. ഇതും നമ്മൾ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചാണ് വരയ്ക്കേണ്ടത്. ഈ 2 പോയിന്റുകൾ തമ്മിൽ എന്ത് ചെയ്യണം, കൂട്ടിച്ചേർക്കണം. അപ്പൊ എന്തായി മാറും, അതൊരു റെക്റ്റാങ്കിൾ ആയിട്ട് മാറും അല്ലെ. അപ്പൊ ഈ 2 വെർട്ടിക്കൽ ലൈൻസ്, ഈ വരകളെയാണ് വെർട്ടിക്കൽ ലൈൻസ് എന്ന് പറയുന്നത്. ഈ 2 വെർട്ടിക്കൽ ലൈൻസും ജോയിൻ ചെയ്യണം. അതിന്റെ മേലത്തെ 2 കുത്തുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ അതൊരു റെക്റ്റാങ്കിൾ ആയി മാറുന്നു. ഡോണ്ട് യു ഹാവ് എ ക്വസ്റ്റ്യൻ ഹിയർ, വി ഡിഡ്ന്റ് ആക്ച്വലി മെഷർ ദ ടോപ്പ് ലൈൻ, ഡിഡ് വി, വുഡ് ഇറ്റ് ബി ഓൾസോ 5 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ മേലത്തെ വര വരയ്ക്കാൻ നമ്മൾ മെഷർമെന്റ് ഒന്നും എടുത്തില്ല അല്ലെ. അപ്പൊ എത്ര സെന്റിമീറ്റർ ആയിരിക്കും, അതും 5 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും. നിങ്ങൾ അളന്ന് നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ താഴത്തെ എത്രയാണോ അളവ് അത് തന്നെയായിരിക്കും മേലത്തെ സെന്റിമീറ്റർ. ഇവിടെയും 5 സെന്റിമീറ്റർ ആയിരിക്കും. മെഷർ ഇറ്റ് ആൻഡ് ചെക്ക് ഇഫ് യു ഹാവ് ഡ്രോൺ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് വിത്തൗട്ട് എനി സ്ലാന്റ് ഇറ്റ് വിൽ ഓൾസോ ബി 5 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ ഈ 2 വരകളും ചെരിവൊന്നും ഇല്ലാതെ കറക്റ്റ് ആയിട്ടാണ് വരച്ചതെങ്കിൽ മേലത്തെ വരയും 5 സെന്റിമീറ്റർ തന്നെയായിരിക്കും. Now look at the picture. ഇനി ഈ ചിത്രം നോക്കിക്കേ,
ഇത് ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നമ്മുടെ ഈ സൈഡ്, അതായത് ഈ ഭാഗത്ത് ചെറിയൊരു വളവുണ്ട് അല്ലേ? അത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ലൈൻസ് എക്സാക്ട്ലി സ്ട്രൈറ്റ് അപ്പ്. രണ്ട് സൈഡും ഒരുപോലെ തന്നെയാണോ, കറക്റ്റ് വളയാതെയാണോ വരച്ചിരിക്കുന്നത്? അല്ല, ഈ വശം ഇവിടെ എന്താണ്, ചെറിയൊരു ചെരുവുണ്ട്. ഈ വരം ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, ചെറിയൊരു വളവുണ്ട് അല്ലേ? അപ്പൊ അതാണ്. ലെറ്റ്സ് ചെക്ക് ഇറ്റ് വിത്ത് സെറ്റ് സ്ക്വയർ. അപ്പൊ കറക്റ്റ് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടാണോ വരച്ചിരിക്കുന്നത് അറിയാൻ വേണ്ടി നമുക്ക് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് ഇങ്ങനെ വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ചെറിയൊരു വളവുണ്ട്. നൗ മെഷർ ദ ബോട്ടം സൈഡ് ആൻഡ് ദ ടോപ്പ് സൈഡ്. Are they of equal length? Let's draw another picture. Draw a long line and mark off 5 cm from the left. അപ്പൊ നമ്മൾ വരച്ച ഇതുപോലെ ഒരു 5 cm വരച്ചിട്ട് അവിടെ നിന്ന് വീണ്ടും എന്ത് ചെയ്യണം, 5 cm കൂടെ നീട്ടി വരച്ചു. Place the longer set square at the left end as in the picture below and draw a line. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ലോങ്ങർ ആയിട്ടുള്ള സെറ്റ് സ്ക്വയർ, രണ്ട് സെറ്റ് സ്ക്വയറിൽ നമ്മുടെ ലോങ് ആയിട്ടുള്ള സെറ്റ് സ്ക്വയർ ഉണ്ട് അല്ലേ? അപ്പോൾ അതിന്റെ എന്ത് ചെയ്യണം, ഇതുപോലെ നമ്മൾ വെച്ച് വരയ്ക്കാനാണ് പറയുന്നത്. ഇതുപോലെ എത്ര സെന്റിമീറ്ററാ, ഇങ്ങനെ വെച്ചിട്ട് മേലോട്ട് വരയ്ക്കുക. Now slide the set square 5 cm to the right and draw another line like this. മേലേക്ക് 5 cm വരച്ചു. അതേപോലെ തന്നെ നമ്മുടെ 5 cm ഈ പോയിന്റിൽ ഇവിടെയും സെറ്റ് സ്ക്വയർ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ 5 cm വരയ്ക്കുന്നു. Mark of 3 cm on both the slanted line and erase the rest of the lines. Draw a line joining these two ends. അപ്പം 3 cm എടുക്കേണ്ടത്, ഇങ്ങനെ നീട്ടി വരയ്ക്കാനാണ് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, 3 cm മാത്രം മാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ളത് മായ്ച്ചു കളയുക. ഇവിടെ 3 cm മതി. എന്നിട്ട് ഈ രണ്ട് പോയിന്റ്സ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യുന്നു. ഇതുപോലെ എന്ത് ചെയ്യാനാ പറയണത്, അതും മേലെ കിട്ടുന്ന മെഷർമെന്റ് എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. മേലെ കിട്ടുന്നതും താഴത്തെ അതേ മെഷർമെന്റ് തന്നെയായിരിക്കും മേലെ, അതായത് ഈ ബോട്ടം ലൈനിന്റെ മെഷർമെന്റ് തന്നെയായിരിക്കും ഇവിടെയും കിട്ടുക. ഇവിടെയും 5 cm ആയിരിക്കും വരിക. നിങ്ങൾ അളന്ന് നോക്കുമ്പോൾ മനസ്സിലാവും, ഇവിടെയും 5 തന്നെയാണ് വരിക. ഇവിടെയും ഈ 3യും കറക്റ്റ് ആയിട്ട് നമ്മൾ വരച്ചതെങ്കിൽ മേലെയും 5 cm കിട്ടും. If we use other corner of the set square instead, we will get a picture like this. അപ്പൊ നമ്മുടെ സെറ്റ് സ്ക്വയറിനും ഒരു മെഷർമെന്റ് ഉണ്ട്, അത് ആംഗിൾ ഉണ്ട് അല്ലെ? നമ്മുടെ ലോങ്ങർ സെറ്റ് സ്ക്വയറിന് എന്താണ് 30 സെന്റിമീറ്ററും 30 ആംഗിളിൽ 30 ഡിഗ്രിയും അതേപോലെ 60 ഡിഗ്രിയും 90 ഡിഗ്രിയും അല്ലേ നമ്മുടെ ലോങ്ങർ സെറ്റ് സ്ക്വയറിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ വെച്ചിരിക്കുന്നത് എത്ര, ഇവിടെ വെച്ചിരിക്കുന്നത് 60ന്റെയാണ് നമ്മൾ വെച്ചത് അല്ലെ? 60 ഡിഗ്രിന്റെയാണ് വെച്ചിട്ട് വരച്ചത്. അപ്പൊ അതേപോലെ അടുത്ത കോർണർ, നമ്മുടെ സെറ്റ് സ്ക്വയറിന്റെ മറ്റേ കോർണർ, ഏറ്റവും ചെറിയ കോർണർ ഇല്ലേ, അതായത് ഏതാണ് ഈ കോർണർ, ഈ ഭാഗം, ഇതാണ് 30 ഡിഗ്രി, ഇത് 60 ഡിഗ്രിയും ഇത് വന്നിട്ട് 90 ഡിഗ്രിയാണ് ഈ സെറ്റ് സ്ക്വയറിന്റെ അളവ്. അപ്പൊ നമ്മൾ 60 ഡിഗ്രി വെച്ചിട്ട് വരച്ചപ്പോഴാണ് നമുക്ക് ഈ ഒരു ഫിഗർ കിട്ടുക. ഇനി ഇതുപോലെ 30 ഡിഗ്രിന്റെ കോർണർ ഇവിടെ വെച്ചിട്ട് 3 സെന്റിമീറ്റർ മെഷർ നമ്മൾ അളന്നിട്ട് വരയ്ക്കുന്നു. അതേപോലെ ഇവിടെയും എന്ത് ചെയ്യുക, നമ്മുടെ 30 ഡിഗ്രിന്റെ അളന്നിട്ട് വരയ്ക്കുക. അങ്ങനെ ചെയ്തിട്ട് അടുത്ത ഫിഗർ കിട്ടും. അതേപോലെ നമ്മുടെ കയ്യിലെ സെറ്റ് സ്ക്വയർ ഓരോ കോർണേഴ്സ് വെച്ചിട്ടും ഇതുപോലുള്ള ഫിഗറുകൾ വരച്ച് നോക്കാനാണ് പറയുന്നത്. In an earlier picture, when the right side was little tilted, the length of the top side arranged, but in all the 3 pictures drawn now, through the left and right sides were tilted, the top length didn't change. Will the length of the top side remain unchanged even if we tilt the left and the right side to any extent? Suppose we put the set square at the end of the 5 cm line like this. പിന്നെ നോക്കി, ഇതുപോലൊരു ഫിഗർ വരച്ചു നോക്കാനാണ് പറയുന്നത്. ഇതുപോലെ എങ്ങനെ വരയ്ക്കുക എന്ന് മനസ്സിലായോ? Now how about making 3 cm off from both the slanted line and joining the ends? ഇതുപോലെ നമ്മുടെ സെറ്റ് സ്ക്വയർ 5 cm ലെങ്ത് വരച്ചു. അതിനുശേഷം നമ്മുടെ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് നീട്ടി വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ കോർണറിൽ വെച്ചിട്ട് വരച്ചു. അതേപോലെ എന്ത് ചെയ്യണം, അടുത്ത ഇതുപോലെ ഈ കോർണറിൽ ഇങ്ങോട്ടും വെച്ച് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. വരച്ചതിന് ശേഷം എന്ത് ചെയ്യുക, മേലത്തെ ലൈൻസ് ജോയിൻ ചെയ്തു. ഇവിടെയും 3 cm, ഇവിടെയും 3 cm മേലത്തെ ലൈൻ ജോയിൻ ചെയ്തു. If we extend the left and right sides, we get a triangle like this. ഈ വരകൾ നമ്മൾ നീട്ടി വരച്ചാൽ, ഈ വരച്ച വരകൾ നമ്മൾ നീട്ടി വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ഫിഗർ കിട്ടും? ഇതുപോലെ ഒരു ട്രയാങ്കിൾ ആണ് കിട്ടുക അല്ലേ? കിട്ടിയില്ലേ? ഇനി എന്ത് ചെയ്യാനാ പറഞ്ഞൊരു ആക്ടിവിറ്റി എന്താ? All the lines in the picture below are of 3 cm length. Draw and color them. ഇതിലെല്ലാ ചിത്രങ്ങളും 3 cm എടുത്തിട്ടാണ് വരച്ചിരിക്കുന്നത്. എല്ലാ വശവും 3 cm എടുത്ത് വരയ്ക്കാനാണ് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ ഫിഗർ വരച്ചിട്ട് കളർ ചെയ്ത് നോക്കുക. Draw the first picture with the length as shown and then color it as in the second picture. ഇതുപോലത്തെ പിക്ചർ വരച്ചിട്ട് അതെന്ത് ചെയ്യുക, അതുപോലെ കളർ ചെയ്യണം. അതുപോലെ draw this picture, ഈ താഴെ കാണുന്ന ചിത്രം. ഇവിടെ മെഷർമെന്റ് ഒന്നും പറയുന്നില്ല, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഷർമെന്റ് എടുത്ത് ചെയ്യാം. അടുത്ത നമ്മൾ സർക്കിൾ. അപ്പൊ നമ്മൾ ലൈൻ മാത്ത് ആണ് ഇത്ര നേരം പറഞ്ഞത് അല്ലേ? ഒരു ലൈൻ എങ്ങനെയാണ് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുക, അതേപോലെ റെക്ടാങ്കിളും ട്രയാങ്കിൾ ഒക്കെ എങ്ങനെയാണ് നമ്മൾ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് വരയ്ക്കുക എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇത് നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരയ്ക്കാൻ നമ്മൾ ഏതാണ് ഉപയോഗിക്കുക? നമ്മൾ ജോമെട്രി ബോക്സിൽ എന്താ ഉപയോഗിക്കുക? കോമ്പസ് ആണ് ഉപയോഗിക്കുക. കണ്ടില്ല, ഇതിന്റെ പേരാണ് കോമ്പസ്. കോമ്പസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സർക്കിൾ വരയ്ക്കുക.
അപ്പൊ എങ്ങനെയാണ് സർക്കിൾ വരയ്ക്കേണ്ടത് എന്നൊക്കെയാണ് ഈ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എങ്ങനെ സർക്കിൾ വരയ്ക്കുക നമുക്ക് നോക്കാം. ഇതാണ് ഒരു സർക്കിൾ ഒരു ചിത്രമാണ്. നമ്മൾ കോമ്പസ് ഉപയോഗിച്ച് വരയ്ക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ 4 സെന്റിമീറ്ററിന്റെ സർക്കിളാണ് വരയ്ക്കേണ്ടതെങ്കിൽ നമ്മൾ 4 സെന്റിമീറ്റർ സ്കെയിൽ അളന്നെടുക്കണം. അതായത് നമ്മൾ 0 തൊട്ട് 4 വരെ ഇതുപോലെ വെച്ച് നോക്കിയിട്ട് അളന്നെടുക്കുക നമ്മുടെ കോമ്പസിൽ. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സർക്കിൾ ബുക്കിൽ വരയ്ക്കുക. നമ്മൾ എവിടെയാണോ ഈ കോമ്പസിന്റെ ഈ ഭാഗം കുത്തിയിട്ട് വരയ്ക്കുക, എവിടെയാണോ അത് പോയിന്റ് ചെയ്യുന്നത്, അതാണ് സെന്റർ എന്ന് പറയുന്നത്. സെന്റർ, ഓക്കെ, സെന്റർ. എന്നിട്ട് നമ്മൾ സർക്കിൾ വരയ്ക്കണു. ഈ സർക്കിളിന്റെ പകുതി, അതായത് ഈ ഹാഫ് പോർഷൻ ആണ് എന്ത് പറയുന്നത്, ഈ പകുതിയാണ് റേഡിയസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കിയാലും ഇപ്പൊ ഇത് 4 സെന്റിമീറ്ററിന്റെ ഒരു സർക്കിൾ ആണെങ്കിൽ ഇത് 4 സെന്റിമീറ്റർ ആയിരിക്കും. അതല്ല ഇങ്ങനെ മെഷർ ചെയ്താലും അത് 4 സെന്റിമീറ്റർ ആയിരിക്കും. എങ്ങനെ മെഷർ ചെയ്താലും ഈ സർക്കിൾ ഹാഫ് എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആയിരിക്കും റേഡിയസ്. അപ്പൊ നമ്മൾ റേഡിയസ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സർക്കിൾ വരയ്ക്കുക. അതേസമയം ഹാഫ് ആണ് നമ്മൾ പറഞ്ഞു റേഡിയസ് എന്ന് പറഞ്ഞത്. അപ്പൊ കംപ്ലീറ്റ് ആണെങ്കിലോ, ഫുൾ ആയിട്ടാണ് നമ്മൾ ഇങ്ങനെ മെഷർ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്നത് ഡയമീറ്റർ എന്നാണ് പറയുക. ഇപ്പൊ 4 സെന്റിമീറ്ററിന്റെ റേഡിയസ് ആണെങ്കിൽ ഫുൾ ഡയമീറ്റർ എന്ന് പറയുന്നത് 4ന്റെ ഇരട്ടി 8 സെന്റിമീറ്റർ ആയിരിക്കും അല്ലേ. അപ്പൊ ഇവിടെ നോക്കി ഇതുപോലെ ഫിഗേഴ്സ് വരച്ചു നോക്കാനാണ് പറയണത്. നമ്മൾ ഇതുപോലൊരു ഫിഗർ എങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റുക, ഡ്രോ എ ലൈൻ നോട്ട് ടു ലോങ്. ഒരു ലൈൻ വരയ്ക്കുക, ഒരുപാട് നീളമൊന്നും വേണ്ട. ഡ്രോ സർക്കിൾസ് വിത്ത് എൻഡ് പോയിന്റ് ഓഫ് ദ ലൈൻ ആസ് ദ സെന്റർ വിത്ത് ദ ലെങ്ത് ഓഫ് ദിസ് ലൈൻ. അതായത് നമ്മൾ എത്ര സെന്റിമീറ്ററിന്റെ ലെങ്ത്തിലുള്ള ലൈനാണ് വരച്ചത്, നമ്മൾ ആ ലെങ്ത്തിൽ തന്നെ കോമ്പസിൽ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഇതുപോലെ ഇതാണ് നമ്മൾ ആദ്യം ഈ ലൈനാണ് വരയ്ക്കേണ്ടത്. അതിനുശേഷം നമ്മൾ കോമ്പസ് ആ ലൈനിന്റെ ഓരോ എൻഡിലും കുത്തിയിട്ടാണ് നമ്മൾ സർക്കിൾ വരയ്ക്കുക. അതായത് ഇവിടെ പോയിന്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണു, ഒരു സർക്കിൾ വരയ്ക്കണു, ഈ സർക്കിൾ ഡ്രോ ചെയ്യണു. അതിനുശേഷം ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഇവിടെ പോയിന്റ് ചെയ്തിട്ട് അടുത്ത സർക്കിളും വരയ്ക്കുക. എന്നിട്ട് ഇതുപോലെ ജോയിൻ ചെയ്യണു. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ കിട്ടും. അത് കളർ ചെയ്ത് നോക്കാനാണ് പറയണത്. അതേപോലെ ഈ ചിത്രത്തിൽ കാണുന്ന ഫിഗറും വരച്ചു നോക്കണം. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ലാസ്റ്റ് ഇങ്ങനെ ഒരു ഫിഗർ കിട്ടും അല്ലേ, ഇതുപോലൊരു ഫിഗർ കിട്ടും. അപ്പൊ അതുപോലത്തെ കുറച്ച് ഫിഗറുകൾ ചെയ്യുന്നതാണ് ആക്ടിവിറ്റീസ്. ഇവിടെ കുറച്ച് ഫിഗറുകൾ തന്നിട്ടില്ലേ, അപ്പൊ ഇതെല്ലാം തന്നെ ഇതുപോലെ നമ്മൾ സർക്കിൾ വരച്ചിട്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഇതുപോലത്തെ ചെയ്ത് നോക്കുക, എന്നിട്ട് അവസാനം കളർ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റിലുള്ളത്. നമ്മുടെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. താങ്ക്